സാങ്കേതികമായിട്ടുള്ള തകരാറ് ആണോ, എഞ്ചിൻ്റെ തകരാറാണോ? ഏറ്റവും ഒടുവിലായി ATCയിലേക്ക് ഒരു കോള് വന്നിരുന്നു. എമർജൻസി കോളായിരുന്നു. അപായ സൂചനയായിരുന്നു പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പിന്നീട് 5 മിനിറ്റോടുകൂടി ക്ഷണനേരം കൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ള പരിശോധനകളിലേക്ക് ഇതൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സാങ്കേതിക വിദഗ്ധരുമായി ബന്ധപ്പെട്ട് DGCയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ അറിയിപ്പുകൾ ഇനിയുള്ള മണിക്കൂറുകളിൽ അതിൻ്റെ അന്വേഷണമൊക്കെ ആയിരിക്കും. ഏറ്റവും പ്രഥമ പരിഗണന ഇവരുടെ ആരോഗ്യസ്ഥിതി. ഇവരെ പൂർണ്ണമായിട്ടും കാഷ്വാലിറ്റി സംഭവിച്ച അപകടത്തിൽപ്പെട്ട ആളുകളെ മുഴുവനായിട്ടും അവരെ എയർപോർട്ടിൻ്റെ ഈ അപകടം നടന്ന ഭാഗത്ത് നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുക, ഏറ്റവും പര്യാപ്തമായ ചികിത്സ നൽകുക എന്നത് 90% കൂടുതലായിട്ടുള്ള പൊള്ളൽ ഏറ്റ ആളുകൾ, മരണപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ട തുടർ നടപടികൾ, മറ്റ് നൽകേണ്ട ഏറ്റവും വിദഗ്ധ ചികിത്സ, ഇതിനാണ് ഏറ്റവും ആദ്യ പരിഗണന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ UK ഉൾപ്പെടെ അനുശോചന കുറിപ്പുകൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന 53 UK പൗരന്മാരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 169 ഇന്ത്യക്കാർക്ക് പുറമെയാണ് ഈ 53 UK പൗരന്മാർ. അതിൽ ബാക്കി ഒരാൾ കനേഡിയൻ പൗരനാണ്. 7 പോർച്ചുഗീസ് പൗരന്മാരും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെയുള്ള, അവർക്ക് പറ്റിയ ഈ ദുരന്തത്തെക്കുറിച്ചൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള അറിയിപ്പൊക്കെ തന്നെ വരും നേരം ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നൊക്കെ അറിയാൻ കഴിയും. 217 മുതിർന്ന പൗരന്മാരുണ്ട്. അതിൽ 11 കുട്ടികളാണ്. 2 നവജാത ശിശുക്കളും ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒഫീഷ്യൽ ഡേറ്റയാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ ലോകം കണ്ട സമീപകാലത്തെ ഏറ്റവും വലിയൊരു ദുരന്തമായി അഹമ്മദാബാദ് ദുരന്തം മാറുകയാണ്. അഹമ്മദാബാദ് ദുരന്ത സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ബൈരാംജി ജീജാബായി മെഡിക്കൽ കോളേജിൻ്റെ മെസ്സിന് മുകളിലേക്കാണ്, BJM കോളേജിൻ്റെ മെസ്സിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണിട്ടുള്ളത്. ഉച്ച സമയമായിരുന്നു. 1:38 അപകടം സംഭവിച്ചത്. ലഞ്ച് ബ്രേക്ക് സമയത്ത് യുവ ഡോക്ടർമാർ ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ മെസ്സിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്ന പ്രശ്നം കൂടിയുണ്ട്. ബൈരാംജി ജീജാബായി മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ്, അഹമ്മദാബാദ് വിമാനത്താവളത്തിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ കോളേജ് ഹോസ്റ്റലിന് മുകളിലാണ്, ഹോസ്റ്റലിൻ്റെ ബസ് ഹാളിന് മുകളിലായിട്ടാണ് വിമാനത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് വീണിട്ടുള്ളത്. വലിയ തോതിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. വലതുവശത്ത് കാണുന്നത് ആ ഹോസ്റ്റൽ തകർന്ന നിലയിലാണ്. അപ്പോൾ അവിടെ വന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടുതലൊന്നും ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പോൾ CISFും അതുപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളും ഊർജിതമായ നിലയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.